نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. كلوا واشربوا هنيئا بما أسلفتم في الأيام الخالية. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും അതിസൂക്ഷ്മമായി നമ്മെ കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പ്രത്യേകിച്ച് നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളിൽ കാത്തു സൂക്ഷിക്കണേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അറാബിയായ ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു കാര്യം ചെയ്തപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുകയാണ്, സൽ ഹാജതക, നിനക്ക് എന്താണ് ആവശ്യമെന്ന് നീ പറയുക, എന്താണ് നിനക്ക് ആവശ്യം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒട്ടകവും യാത്ര ചെയ്യാൻ പറ്റുന്ന ഒട്ടകവും കറന്നെടുക്കാൻ പാലുമൊക്കെ ലഭിക്കുന്ന അത്തരം കാര്യങ്ങളാണ് എനിക്ക് ആവശ്യം. അങ്ങനെ ആ വ്യക്തിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറാബിയായ ഗ്രാമീണനായ ഒരു വ്യക്തിയാണ് അങ്ങനെ പ്രതികരിച്ചത്. കൂടെ ഉണ്ടായിരുന്ന സഹാബികളോട്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അൻ തകൂനു മിസ്ല അജൂസി ബനി ഇസ്രായീൽ. ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു വൃദ്ധയായ കിളവിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയെ പോലെ നിങ്ങൾക്ക് ആഗ്രഹിച്ചുകൂടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് പറയുകയും, അപ്പോൾ സഹാബികൾ ചോദിച്ചു, ഖാല സഹാബ യാ റസൂലല്ലാഹ് വമാ അജൂസു ബനി ഇസ്രായീൽ, ആരാണ് ബനു ഇസ്രായേലിലെ ആ കിളവിയായ വൃദ്ധയായ ആ സ്ത്രീ ആരാണ്? അവരുടെ ആവശ്യം എന്തായിരുന്നു? ആ സ്ത്രീയെ പോലെ നിങ്ങൾക്ക് ആയിക്കൂടെ എന്നാണ് പ്രവാചകൻ ചോദിക്കുന്നത്. അപ്പോൾ പ്രവാചകൻ ഒരു ചരിത്ര സംഭവത്തെ വളരെ വിശദമായി പറയുകയാണ്. അവിടെ ചുരുക്കി പറഞ്ഞാൽ, മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്തിൽ നിന്ന്, മിസ്റിൽ നിന്ന്, ഫിറൗനിന്റെ അടിമത്തത്തിൽ നിന്ന് ബനു ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ള, രക്ഷപ്പെടുന്ന അന്നു രാത്രി, കൂരിരുട്ടുള്ള രാത്രിയിൽ അവിടെ ഈജിപ്തിൽ നിന്ന് അവർ രക്ഷപ്പെടുകയാണ്. ആ തടങ്കൽ പാളയത്തിൽ നിന്ന് ആളുകളെ വളരെ തന്ത്രപരമായി കൊണ്ടുവന്ന് മൂസാ നബി അലൈഹിസ്സലാം രക്ഷപ്പെടുന്നതിനിടയിൽ അവിടെയുള്ള പണ്ഡിതന്മാർ, കൂട്ടത്തിലുള്ളവർ പറഞ്ഞു, അവർക്ക് വഴി തെളിയുന്നില്ല, എല്ലായിടത്തും വഴി തെറ്റുകയാണ്, വഴി തെളിയുന്നില്ല. അർദ്ധരാത്രി കഴിഞ്ഞു. അങ്ങനെ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്ക് ഈജിപ്ത് വിട്ടുകടക്കണമെങ്കിൽ നിങ്ങൾക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിയുടെ ഖബർ, ആ യൂസുഫ് നബി അലൈഹി സ്വലാമിയുടെ ഭൗതിക ശരീരവും കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് എവിടെ നിന്ന് പോകാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ആ ഖബർ എവിടെയാണ്, ഞങ്ങൾക്ക് എങ്ങനെയാണ് അത് മനസ്സിലാവുക? മൂസാ അലൈഹി സ്വലാം ചോദിച്ചു. അങ്ങനെ അവിടെ കൂട്ടത്തിലുണ്ടായിരുന്ന ബനൂ ഇസ്രായേലിലെ ഉലമാക്കൾ പറഞ്ഞു കൊടുത്തു, ഒരു വൃദ്ധയായ സ്ത്രീയുണ്ട്, ആ സ്ത്രീയുടെ അടുക്കൽ പോയാൽ ആ ഖബർ എവിടെയാണ് എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ ആ രാത്രിയിൽ ആ വൃദ്ധയായ സ്ത്രീയുടെ അടുക്കലേക്ക് മൂസാ നബി അലൈഹി സ്വലാം പോവുകയാണ്. എന്നിട്ട് ആ സ്ത്രീയോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആ ഖബർ എവിടെയാണ്? ദല്ലീനി അലാ ഖബരി യൂസുഫ്, യൂസുഫ് അലൈഹി സ്വലാമിന്റെ ഖബർ എവിടെയാണെന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ. അപ്പോൾ ആ സ്ത്രീ ഒരു കണ്ടീഷൻ വെക്കുകയാണ്, ലാ വല്ലാഹി ലാ ഫഅൽ, ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരികയില്ല, എനിക്ക് ഒരു പ്രത്യേകമായ ആവശ്യമുണ്ട്, ആ ആവശ്യം നിറവേറ്റാതെ നിങ്ങൾക്ക് ഞാൻ ആ ഖബറിന്റെ ആ സൈറ്റ് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു തരികയില്ല. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, വമാ ഹുകുമുക, നിങ്ങളുടെ ആവശ്യം എന്താണ്? ഖാലത്ത്, ആ വൃദ്ധയായ സ്ത്രീ പറഞ്ഞു, അകൂന മഅക ഫിൽ ജന്ന, എനിക്ക് താങ്കളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരു ഇടം എനിക്ക് വേണം, അതാണ് എന്റെ ആവശ്യം. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, അതെന്റെ കഴിവിൽപ്പെട്ടതല്ല. അള്ളാഹുവിനോട് ദുആ ചെയ്തു. വഹീന്റെ അടിസ്ഥാനത്തിൽ ആ സ്ത്രീ ആവശ്യപ്പെട്ടതും ആ സ്ത്രീ ആഗ്രഹിച്ചതും അവർക്കുണ്ട് എന്ന് മൂസാ അലൈഹി സ്വലാം അറിയിക്കുകയാണ്. ഈ സംഭവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തുദ്ധരിച്ചത് ആ സ്ത്രീ ഭൗതികമായ ഒരു ആഗ്രഹവും ഒരു താല്പര്യവും അല്ല ഇവരുടെ മുമ്പിൽ വെച്ചത്, മറിച്ച് സ്വർഗത്തിൽ ഒരു ഇടമാണ് ആ സ്ത്രീ ചോദിച്ചത്. ഈ വിവരം പറഞ്ഞു തന്നാൽ ആ സ്ത്രീക്ക് ആവശ്യമുള്ളത് സ്വർഗത്തിൽ ഒരു ഇടം വേണമെന്നുള്ളതാണ്. ആ സ്ത്രീയെ പോലെ നിങ്ങൾ ആയിക്കൂടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ചരിത്രത്തിൽ സഹാബികളും അമ്പിയാക്കളും മാതൃകാ മഹതികളും എല്ലാം അവർ കൊതിച്ചതും ആഗ്രഹിച്ചതും ജീവിതത്തിൽ സ്വപ്നം കണ്ടതുമെല്ലാം ആ സ്വർഗത്തിൽ ഒരു ഇടം ലഭിക്കുക എന്നത് തന്നെയായിരുന്നു അവരുടെ എല്ലാം ആഗ്രഹം. അതിനുവേണ്ടിയായിരുന്നു അവരുടെ ഓരോ സമയവും അവർ പ്രവർത്തിച്ചത്, സൽക്കർമ്മങ്ങൾ കൊണ്ട് നിരതമാക്കിയത് എന്നാണ്. നമ്മൾ സ്വർഗീയ ലോകത്ത് വിശ്വാസികൾക്ക് ലഭിക്കുന്ന ധാരാളം അനുഗ്രഹങ്ങൾ, ധാരാളം സുഖാനുഭൂതികൾ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ വിശദമായി വിവരിക്കുകയുണ്ടായി. അതിലേക്ക് ചേർത്തുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിലേക്ക് നേരിട്ട് അവസാനമായി സ്വർഗത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്ന ഒരു വ്യക്തിയെ പറ്റി ഹദീസിൽ കാണാം. അദ്ദേഹത്തോട് അല്ലാഹു പറയും, ഉദ്ഖുലുൽ ജന്ന, നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോ ആ വ്യക്തി പറയുന്നത്, അല്ലാഹുവേ, എല്ലാവരും സ്വർഗക്കാർ സ്വർഗത്തിലേക്കും നരകക്കാർ നരകത്തിലേക്കും, അങ്ങനെ സ്വർഗത്തിലെ സ്ഥാനങ്ങളിൽ എല്ലാവരും പ്രവേശിച്ചു കഴിഞ്ഞു, ഇനി എന്താണ് എനിക്ക് അവിടെ എന്താണുള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അവസാനം പ്രവേശിക്കുന്ന ആ വ്യക്തി ചോദിക്കുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളോട് പറയും, അത്തർദാ അൻ യകൂന ലക മിത്ലു മുൽക്കി മലികിൻ, ഭൂമിയിലെ രാജാക്കന്മാരിൽ ഒരു രാജാവിന് കിട്ടുന്ന അധികാര സൗകര്യങ്ങൾ നിനക്ക് ലഭിച്ചാൽ, മിൻ മുലൂകി ദുനിയ, ദുനിയാവിലെ രാജാക്കന്മാർക്ക് കിട്ടുന്ന ആ മുഴുവൻ അധികാരവും സൗകര്യങ്ങളും നിനക്ക് ലഭിച്ചാൽ നീ തൃപ്തിപ്പെടുമോ? അപ്പോൾ അദ്ദേഹം പറയും, മതി അല്ലാഹുവേ, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആ തൃപ്തരായിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ലകദാലിക വമിത്ലഹു 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 വമിത്ലഹു, 4 തവണ
അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചു പറയും, നിനക്ക് ഇതും ഇതുപോലുള്ളതും 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 നിനക്ക് സ്വർഗത്തിലുണ്ട്. റബ്ബേ ഞാൻ തൃപ്തനായിരിക്കുന്നു എന്നയാൾ പറയുമ്പോഴേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയും, ഹാദാ ലക വഅശറതു അംസാലിഹി, ഇതും ഇതുപോലുള്ളതിന്റെ 10 ഇരട്ടിയും നിനക്ക് സ്വർഗത്തിലുണ്ട്. വലക മസ്തഹത്ത് നഫ്സുക വലദ്ദത അയ്യുനുക, നീ നിന്റെ മനസ്സുകൾ ആഗ്രഹിക്കുന്നതെല്ലാം നിനക്ക് സ്വർഗത്തിലുണ്ട്. നിന്റെ കണ്ണിന് ആസ്വാദനം നൽകുന്നത് എല്ലാം സ്വർഗത്തിലുണ്ട്. അവസാനമായി സ്വർഗത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്ന ഒരു മനുഷ്യന് സ്വർഗത്തിൽ ലഭിക്കുന്ന സുഖസൗകര്യങ്ങളാണ് പ്രിയമുള്ള സഹോദരങ്ങളെ. ഇനി നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് ഏറ്റവും അവസാനത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാളെ പറ്റി ഹദീസിൽ കാണാം. റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്നത ഫഇന്ന ലക മിസ്ല ദുനിയ, നീ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. ഫഇന്ന ലക മിസ്ല ദുനിയ വഅശറത അംസാലിഹ, നീ സ്വർഗ്ഗത്തിൽ നിനക്ക് ദുനിയാവും അതിന്റെ 10 ഇരട്ടിക്ക് തുല്യമായതും നിനക്ക് സ്വർഗ്ഗത്തിലുണ്ട് എന്നാണ്. അവസാനം ലഭിക്കുന്ന വ്യക്തിക്ക് പോലും അല്ലാഹു സ്വർഗ്ഗലോകത്ത് ഒരുക്കി വെച്ച സുഖ സൗകര്യങ്ങൾ എത്രയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ആ സ്വർഗം കൊതിച്ചുകൊണ്ട്, ആ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോവേണ്ടത്. സ്വർഗീയ ലോകത്ത് ആ ആസ്വാദനങ്ങൾ അനുഭവിക്കുമ്പോൾ മലക്കുകൾ അവരോട് പറയും. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹാഖയിൽ കാണാം, കുലൂ വശ്റബൂ ഹനിയം ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, അവരോട് പറയും, ദാ സ്വർഗത്തിൽ നിങ്ങൾ കുടിച്ചുകൊള്ളുക, തിന്നുകൊള്ളുക, നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെച്ചതിന്റെ ഫലമായി നിങ്ങൾക്കെല്ലാം ആസ്വദിക്കാം, നിങ്ങൾക്കെല്ലാം അനുഭവിക്കാം, നിങ്ങൾക്കെല്ലാം കുടിക്കാം, എല്ലാം ഭക്ഷിക്കാം. എങ്ങനെ? അവിടെ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെച്ചതിന്റെ ഫലമായി. അത് എവിടെ നിന്നാണ് ചെയ്തു വെച്ചത്? ഈ ക്ഷണികമായ ദുനിയാവിൽ ആ സ്വർഗലോകം നേടാനുള്ള ധാരാളം സൽപ്രവർത്തനങ്ങൾ ചെയ്തതിന്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് സ്വർഗത്തിൽ ഇത് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സമയവും വിശ്വാസികളെ നമുക്ക് ഏറെ വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി ഒരു നന്മ പോലും നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. ആ സ്വർഗത്തിന് വേണ്ടിയായിരിക്കണം. ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലുമ്പോൾ പോലും അത് നമുക്ക് നഷ്ടമല്ല. നമ്മുടെ ഖബറിൽ, നമ്മുടെ പരലോകത്ത് സ്വർഗം ലഭിക്കാൻ ഉതകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കാലം നമ്മിൽ നിന്ന് അതിശീഘ്രം, അതിവേഗതയിൽ നമ്മിൽ നിന്ന് കാലം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര വേഗത്തിലാണ് നമ്മുടെ വർഷവും മാസവും ഒക്കെ നമ്മളിൽ നിന്ന് കടന്നു പോകുന്നത്. അതിലെ ഓരോ നന്മകളും ഒരു സമയം കഴിഞ്ഞാൽ അതിന്റെ ആ നന്മ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഇന്നും പ്രഭാതത്തിൽ ചൊല്ലേണ്ട സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അതിന്റെ പ്രതിഫലം എത്രയാണ്? വൈകുന്നേരം എത്തുന്നതിന് മുമ്പ് ചൊല്ലിയാൽ സ്വർഗത്തിൽ അവൻ ഒരു സീറ്റ് ഉറപ്പിച്ചു എന്നാണ്. അതിനൊരു കൂലിയുണ്ട്. എന്നാൽ ആ സമയം കഴിഞ്ഞ് നമ്മൾ ഉച്ചയിലേക്ക് എത്തി. ആ സമയം ഇനി നമുക്ക് തിരിച്ചു വരില്ല. ഫജ്റിന് മുമ്പ് പ്രവാചകന് 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം പഠിപ്പിച്ചു. ഖൈറും മിനദ് ദുനിയാ വമാ ഫിഹാ, ദുനിയാവും അതിലുള്ള മുഴുവൻ സൗകര്യങ്ങളും നിനക്ക് വെച്ചു തന്നാൽ അതിനേക്കാളും ഖൈറായി ഞാൻ തിരഞ്ഞെടുക്കുക സുബഹിന് മുമ്പുള്ള 2 റക്അത്താണെന്ന് റസൂല പറഞ്ഞു. അത് ഇന്ന് ഫജ്റിന് മുമ്പ് കഴിഞ്ഞു. ഇനി അതൊരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാത്ത നന്മകളാണ്. രാവിലെ ചൊല്ലാനുള്ള അദ്കാറുകൾ, ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള മര്യാദകളും ദിക്റുകളും ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാത്ത സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരു സമയം പോലും നഷ്ടപ്പെടുത്താതെ നമുക്ക് ആ സ്വർഗത്തിനു വേണ്ടിയുള്ള നന്മകൾ സമ്പാദിക്കാനുള്ള ഏറ്റവും നല്ല അവസരമായി നമ്മൾ എടുക്കണം. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരെ സ്വർഗത്തിലേക്ക് എങ്ങനെയാണ് ആനയിക്കുന്നത്? സൂറത്തു സുഖ്റുഫിലെ 70-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഉദ്ഖുലുൽ ജന്നത അൻതും വഅസ്വാജുകും തുഹ്ബറൂൻ, നിങ്ങളും നിങ്ങളുടെ ഇണകളും സന്തോഷഭരിതരായിക്കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. യുതാഫു അലൈഹിം ബിസ്ഹാഫിൻ മിൻ ദഹബിൻ വഅക്വാബുൻ വഫീഹാ മാ തസ്തഹി അൽ അൻഫുസ് വതലദ്ദുൽ അയ്യുൻ വഅൻതും ഫീഹാ ഖാലിദൂൻ. സ്വർണത്തിന്റെ തളികകൾ, പാനപാത്രങ്ങൾ അവർക്ക് ചുറ്റും കൊണ്ടു നടക്കപ്പെടും. മനസ്സുകൾ കൊതിക്കുന്നതും കണ്ണുകൾക്ക് ആനന്ദകരവുമായ എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറയാണ്, വഅൻതും ഫീഹാ ഖാലിദൂൻ, നിങ്ങൾ അവിടെ ശാശ്വതന്മാരാണ്. ശാശ്വതന്മാരായി നിങ്ങൾ ഇതാ ഈ സ്വർഗീയാരാമങ്ങളിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് അവർ ആനയിക്കുമെന്നാണ്. സ്വർഗത്തിലെ അരുവികൾ, വമിസാജുഹു മിൻ തസ്നീം, തസ്നീം എന്ന അരുവി, ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വഉയൂൻ, അവിടെ അരുവികളുണ്ട് അവർക്ക് എന്നാണ്. സ്വർഗത്തിൽ കാഫൂറിന്റെ അരുവി, സൽസബീലിന്റെ അരുവി, അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായ തസ്നീം എന്ന അരുവി. ആർക്കാണ് ഈ അരുവികൾ?
സ്വർഗ്ഗത്തിൽ ലഭിക്കുന്നത് ഐനൻ യശ്റബു ബിഹൽ മുഖറബൂൻ, അല്ലാഹുവിലേക്ക് നന്മകൾ ചെയ്ത് വിശ്വാസം കൊണ്ട് അല്ലാഹുവിലേക്ക് അടുത്ത സാമീപ്യം സിദ്ധിച്ച മുഖറബീങ്ങളായ പുണ്യവാന്മാരായ ആളുകൾക്ക് ലഭിക്കുന്ന സുഖ സൗകര്യങ്ങളാണ് ഈ സുഖ സൗകര്യങ്ങളെല്ലാം. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്തു കൂടി പുഴകൾ ഒഴുകുന്ന സ്വർഗം, അതിന്റെ താഴ്ഭാഗത്തു കൂടി അൻഹാറുകൾ, അവിടെ കിടങ്ങുകളില്ല, അവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികൾ. സൂറത്ത് മുഹമ്മദിൽ അത് വിശദമായി പറയുന്നുണ്ട്. സൂറത്ത് മുഹമ്മദിന്റെ 15-ാമത്തെ ആയത്ത്, മസലുൽ ജന്നത്തില്ലത്തി വുഇദൽ മുത്തഖൂൻ, അതേ മുത്തഖീങ്ങളായ ആളുകൾക്ക്, സൂക്ഷ്മതയുള്ളവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? ഫീഹാ അൻഹാറുൻ, അവിടെ അവർക്ക് നെഹറുകളുണ്ട്, അൻഹാറുകളുണ്ട്, നദികളുണ്ട്. മിമ്മായിൻ ഗൈരി ആസിനിൻ, 4 തരം നദികളാണ്. അതിലൊന്ന് തീരെ ഒരു സ്വച്ഛമായ ശുദ്ധമായ വെള്ളത്തിന്റെ ഒരു പുഴ തന്നെയാണ് അവർക്കുള്ളത്. അവിടെ പകർച്ച വരാത്ത വെള്ളത്തിന്റെ നദികൾ അവിടെയുണ്ട്. അതേപോലെ അതേപോലെ രുചിഭേദം വരാത്ത പാലിന്റെ നദികളുണ്ട് അവർക്ക്. തീർന്നില്ല, ഏറെ ആസ്വാദ്യകരമായ മദ്യത്തിന്റെ നദികൾ അവിടെയുണ്ട്. തീർന്നില്ല, അവർക്ക് തേനിന്റെ മദ്യത്തിന്റെ നദികളും തേനിന്റെ അരുവികളും എല്ലാം അവർക്കതിലുണ്ട് എന്നാണ്. അവർക്ക് കായികനികൾ അവിടെ ഉണ്ട്. അവർക്ക് കായികനികളുണ്ട്. എങ്ങനെ? അവർക്ക് താഴ്ന്നു നിൽക്കുമെന്നാണ്. സ്വർഗക്കാരന്റെ കൈ കൊണ്ട് പറിക്കാൻ പറ്റുന്ന രൂപത്തിൽ അവരുടെ കൈകളിലേക്ക് താഴ്ന്നിരിക്കുന്ന ആ കായികനികൾ സ്വർഗത്തിലുണ്ട് എന്നാണ്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നത് ആ സ്വർഗത്തിലേക്ക് മനുഷ്യനെ താല്പര്യം ജനിപ്പിക്കാനാണ്. അവന്റെ നന്മകൾ, അവന്റെ സൽക്കർമ്മങ്ങൾ അവനിൽ നിന്ന് കൂടുതലായി സൽക്കർമ്മങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ്. മാത്രമല്ല, സ്വർഗത്തിലെ ഒരു കാര്യവും മറ്റൊരാൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നതല്ല. ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന അഹ്ലൽ ജന്നതി യഅകുലൂന ഫീഹാ വയശ്റബൂൻ, സ്വർഗ്ഗക്കാർ അവൻ തിന്നുന്നു, അവൻ കുടിക്കുന്നു, ആവോളം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ലാ യബൂലൂൻ, അവൻ അവിടെ മൂത്രമൊഴിക്കുകയില്ല. വലാ യതഗബ്ബതൂൻ, അവനെ വിസർജിക്കുകയില്ല. വലാ യംതഖിതൂൻ, അവൻ മൂക്കു ചീറ്റുകയില്ല. വലാ യത്ഫുലൂൻ, അവൻ തുപ്പുകയില്ല. മറ്റൊരാൾക്ക് പ്രയാസകരമായ ഒന്നും. അപ്പോൾ സഹാബികൾ ചോദിക്കുകയാണ്, അവർ തിന്നുന്നതും കുടിക്കുന്നതുമെല്ലാം എന്താകുന്നു? പ്രവാചകൻ പറഞ്ഞു, അതൊരു ഏമ്പക്കം മാത്രമാണ്. അവന്റെ വിയർപ്പ് കണത്തിന് പോലും കസ്തൂരിയുടെ ഗന്ധം അവിടെ ഉണ്ടാകുമെന്നാണ്. ഇങ്ങനെ എല്ലാ നിലക്കുള്ള സുഖ സൗകര്യങ്ങളുമാണ് സ്വർഗത്തിൽ ഒരു വിശ്വാസിയെ കാത്തിരിക്കുന്നത് എന്നാണ്. മാത്രമല്ല, തരുണീമണികളായ ഇണകൾ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ വാഖിയയുടെ അവസാനത്തിൽ പറയുന്നുണ്ട്, വഹൂറുൻ ഈൻ കംസാലിൽ ലുലുൽ മക്നൂൻ, വിതറപ്പെട്ട മുത്തുകൾ പോലെയുള്ള ഹൂറുൻ ഈൻ എന്ന സുന്ദരികളായ സ്ത്രീകൾ അവനവിടെ ഉണ്ടായിരിക്കും. ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅൻ ഫജഅൽനാഹുന്ന അബ്കാറ ഉറുബൻ അത്റാബ, കന്യകകളായ സ്നേഹവതികളായ സമപ്രായക്കാരായ. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു സൂറത്തുർ റഹ്മാനിലും ഈ കാര്യം പറയുന്നു, ഫീഹിന്ന ഖാസിറാത്തു ത്വർഫി ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബലഹും വലാ ജാൻ, ജിന്നു വർഗമോ ഇൻസു വർഗമോ ഒരു തവണ പോലും സ്പർശിച്ചിട്ടില്ലാത്ത ഏറെ സുന്ദരികളായ തരുണികൾ. ആർക്കുള്ളതാണിത്? ദുനിയാവിൽ തന്റെ ഇച്ഛകളെ നിയന്ത്രിക്കുന്നവൻ, അവിഹിതങ്ങളിലേക്ക് പോകാതിരുന്നവൻ, അതേപോലെ ലഹരികളിലേക്ക് പോകാതിരുന്നവൻ, അവന് സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചത് നിത്യസുഖങ്ങളുടെ ലോകമാണ്. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചു ജീവിക്കുന്ന ആളുകൾക്കുള്ളതാണ്. പ്രകാശപൂരിതരാണവർ. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ കാണാം, വലൗ അന്ന ഇംറഅതൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലെ ഒരു സ്ത്രീ എങ്ങാനും ഇത്വലഅതി ഇലാ അഹ്ലിൽ അർദ്, ഭൂമിയിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ ലഅദാഅത് മാ ബൈനഹുമാ വലമലഅതുഹു റീഹൻ, അതേ സ്വർഗ്ഗത്തിലെ ഒരു സ്ത്രീ എങ്ങാനും ഭൂമിയിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ അതിനും ഭൂമിക്കുമിടയിൽ മുഴുവൻ പ്രകാശപൂരിതവും സുഗന്ധ നിബിഡവുമാകുമായിരുന്നു എന്നാണ്. അത്രയും ആനന്ദങ്ങളാണ് അവിടെ അവരെ കാത്തിരിക്കുന്നത്. 100 പേരുടെ കരുത്തോടുകൂടെയാണ് എല്ലാ സുഖങ്ങളും അവർ അനുഭവിക്കുന്നത്. ഒന്നിനും മടുപ്പില്ല. ആവർത്തിച്ചു വരുന്ന ഒരു സുഖ സൗകര്യത്തിനും അവന് മടുപ്പ് അനുഭവപ്പെടുകയില്ല. നമ്മൾ ദുനിയാവിൽ അനുഭവിക്കുന്ന സുഖങ്ങൾ എങ്ങനെയാണ്? നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാനീയം, അത് ആവർത്തിച്ചു കൊണ്ടുവരപ്പെട്ടാൽ
നമുക്കൊരു മടുപ്പും ഒരു ചേഞ്ചും നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ സ്വർഗത്തിൽ അതില്ല. നമുക്ക് ഓരോന്നിനും പൂർണ്ണമായ ഒരു താല്പര്യത്തോടെയും ആസ്വാദനത്തോടെയും അവൻ അതിന്റെ സുഖ സൗകര്യങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ബലാ വല്ലദീ നഫ്സി ബിയദി, റസൂലുള്ളാഹി പറയാണ്, അല്ലാഹുവാണ് സത്യം, നിശ്ചയം നിങ്ങളിൽ ഇന്ന അഹദഹും ലയുഅ്താ ഖുബ്ബത മിഅത്തി റജുലിൻ ഫിൽ മത്അമി വൽ മശ്റബി വശഹവതി വൽ ജിമാഅ. അത് നിങ്ങളിൽ ഒരാൾക്ക് സ്വർഗത്തിൽ തീറ്റയിലും അതേപോലെ തന്നെ അവൻ കുടിക്കുന്നതിലും ഇച്ഛയിലും ലൈംഗിക വേഴ്ചയിലും 100 പുരുഷന്മാരുടെ ശക്തി അവന് നൽകപ്പെടുന്നതാണ് എന്നാണ്. സ്വർഗത്തിലെ സുഖ സൗകര്യങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് എന്താണ് ആ സ്വർഗത്തിന് വേണ്ടി ചെയ്യാനുള്ളത്? ഈ ക്ഷണികമായ ജീവിതത്തിൽ ഒരു സമയം പോലും നഷ്ടപ്പെടുത്താതെ നമ്മുടെ ഫർദായ നിർബന്ധമായ കാര്യങ്ങൾ അതീവ ശ്രദ്ധയോടെ വീഴ്ചകളില്ലാതെ നിർവഹിക്കുക. അതേപോലെ അതിനു പുറമെ ഐച്ഛികമായ ധാരാളം കാര്യങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ, അതേപോലെ തന്നെ സുന്നത്തായ ധാരാളം കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഈ കാര്യങ്ങൾ ഒന്നൊഴിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഒരു ജീവിതത്തിന്റെ ആദത്തായി, നമ്മുടെ ഓരോ ദൈനംദിന ജീവിതത്തിലും അതിന്റെ ഒരു പതിവായി ആ നന്മകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് ലഭിക്കാനുള്ളത് ആനന്ദകരമായ നിത്യസുഖങ്ങളുടെ ലോകമായ ആ സ്വർഗത്തിലെ സുഖ സൗകര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗീയ സുഖങ്ങൾ ലഭിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമുക്കറിയാം, ഇസ്ലാമിന്റെ വേഷം പല കാലങ്ങളിലും പല ചരിത്രത്തിൽ പല സംഭവങ്ങളിലും ആളുകൾ, ഇസ്ലാം വിമർശകർ ഇസ്ലാമിന്റെ ഹിജാബ് ചർച്ചയാക്കാറുണ്ട്. ഇവിടെ ഈ അടുത്ത് ഉണ്ടായ ചില വിവാദങ്ങൾ, കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിൽ അവിടെ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് മീഡിയകളിൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം നമ്മളൊക്കെ അറിഞ്ഞു. ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ അറിയേണ്ട ഇസ്ലാമിലെ ഹിജാബ്, യഥാർത്ഥത്തിൽ ഹിജാബ് എന്ന് പറഞ്ഞാൽ മറ എന്നാണ് അതിന്റെ ആ ഒരു വാക്കിന്റെ അർത്ഥം. അവിടെ പെണ്ണിന് മേലുള്ള ചൂഷണങ്ങളും കയ്യേറ്റങ്ങളും തടയുന്ന, അവരുടെ സംരക്ഷണം നൽകുന്ന ഒരു മറയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ഹിജാബ് എന്നത്. എന്നാൽ ആർക്കാണ് ഈ ഹിജാബ് ബാധകമായിട്ടുള്ളത്? ഇവിടെ ഇസ്ലാം വിമർശകർ പറയുന്നത് പോലെ 6-ാം നൂറ്റാണ്ടിലെ ഒരു ജനവിഭാഗത്തിന് ആ കാലഘട്ടത്തിൽ ബാധകമായ ഒരു പ്രത്യേകമായ വേഷമാണോ ഇസ്ലാമിലെ ഹിജാബ്? അല്ലെങ്കിൽ അറേബ്യൻ മരുഭൂമിയുടെ കാലാവസ്ഥയും പ്രാദേശികമായ സാഹചര്യങ്ങളും പരിഗണിച്ച് നടപ്പാക്കിയ ഒരു വേഷമാണോ ഇസ്ലാമിലെ ഹിജാബ്? അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെടുകയോ വിവാഹമോചിതയാവുകയോ ചെയ്ത ഒരു പെണ്ണ് ഇരിക്കുന്ന സമയത്ത് അവർ പാലിക്കേണ്ട ഒരു വേഷമാണോ ഇസ്ലാമിലെ ഹിജാബ്? അതല്ലെങ്കിൽ നമസ്കാരമോ ഉംറയോ ഹജ്ജോ ഒക്കെ നിർവഹിക്കുന്ന ആരാധനാ സന്ദർഭങ്ങളിൽ മാത്രം സ്വീകരിക്കേണ്ട ഒരു വേഷമാണോ? അല്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും ബഹുമാനിക്കപ്പെടുന്ന ആളുകളുടെ അടുക്കൽ മാത്രം സ്വീകരിക്കേണ്ട ഒരു വേഷമാണോ? യഥാർത്ഥത്തിൽ ഹിജാബ് പ്രായപൂർത്തിയായ മുസ്ലിം സ്ത്രീകൾക്ക് ഇസ്ലാം കൃത്യമായി അവിടെ വേഷത്തിന്റെ ലക്ഷ്യം എന്താണ്, വസ്ത്രത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചു. സൂറത്തുൽ ആറാഫിലെ 26-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, യാ ബനി ആദം, ഓ ആദം സന്തതികളെ, മനുഷ്യരെ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷ, നിങ്ങൾക്ക് നാം നിങ്ങളുടെ ഗോപ്യസ്ഥാനങ്ങൾ മറക്കാൻ, ഔറത്ത് നഗ്നത മറക്കാനാണ് ഒന്നാമത്തെ ലക്ഷ്യം വേഷത്തിന്റെ, വസ്ത്രത്തിന്റെ. രണ്ടാമത്തത് അലങ്കാര വസ്ത്രവും നൽകിയിരിക്കുന്നു. രണ്ടാമത്തതാണ് അലങ്കാരം. പ്രധാന ലക്ഷ്യം എന്നത് നാണം മറക്കലാണ് ഇസ്ലാം വസ്ത്രത്തിലൂടെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തതാണ് ഭംഗി എന്ന് പറയുന്നത്. എന്നാൽ പൂർണ്ണമായും ഒന്നാമത്തതിന് ഒഴിവാക്കി രണ്ടാമത്തതിന് മാത്രമാണ് പുതിയ ആധുനിക തലമുറ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളതാണ്. അവിടെ സ്ത്രീയുടെ പുരുഷന്റെയും നാണം അഥവാ നിർബന്ധമായും മറക്കേണ്ടത് ഏതൊക്കെയാണ്? വിശുദ്ധ ഖുർആൻ കൃത്യമായി സ്ത്രീകൾ അവരുടെ ശരീരം പൂർണ്ണമായും മറയുന്ന ജിൽബാബ്, പൂർണ്ണമായി മറയുന്ന വസ്ത്രമാണ് ധരിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അഹ്സാബിലെ 33-ാം അധ്യായം, സൂറത്തു അഹ്സാബിലെ 59-ാമത്തെ വചനം
എന്താണ്? വിശുദ്ധ ഖുർആൻ പ്രവാചകനെ വിളിച്ചുകൊണ്ടാണ് പറഞ്ഞത്, യാ അയ്യുഹൻ നബിയ്യു, ഓ പ്രവാചകരെ, ഖുല്ലി അസ്വാജിക, നിങ്ങളുടെ ഭാര്യമാരോട് പറയൂ പ്രവാചകരെ, വ ബനാതിക, നിങ്ങളുടെ പെൺമക്കളോട് പറയൂ, വ നിസാഇൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ സ്ത്രീകളോട്, സത്യവിശ്വാസിനികളായ പെണ്ണുങ്ങളോടും പ്രവാചകരെ പറയൂ. എന്താണ്? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവൾ തങ്ങളുടെ മൂടുപടങ്ങൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. എന്നിട്ട് ആ വസ്ത്രം എന്താണ് അതിന്റെ പർപ്പസ്, എന്താണ് അതിന്റെ ലക്ഷ്യം, വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞു. അവർ തിരിച്ചറിയപ്പെടാനാണ്, അവർ തിരിച്ചറിയപ്പെടാനാണ്. ഹിജാബ് ധരിച്ചില്ലെങ്കിൽ, ആ നിലക്കുള്ള പൂർണ്ണ നഗ്നതകൾ വെളിവാകുന്ന വസ്ത്രമാണെങ്കിൽ അവർ പരിശുദ്ധകളല്ലെന്ന് വിചാരിക്കപ്പെടും. അത് ഹൃദയത്തിലെ രോഗമുള്ളവൻ, ആ രോഗം വർദ്ധിക്കാൻ അത് കാരണമാകും. അവൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ, ശല്യം ചെയ്യപ്പെടാതിരിക്കാനുമാണ് ഇസ്ലാമിലെ ഹിജാബ് നിയമമാക്കിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലാഹു റഹീമാണ്, അല്ലാഹു ഗഫൂറാണ്. നമ്മൾ ദിനേന കാണുന്ന സ്ത്രീകളുമായി ബന്ധപ്പെട്ട എത്രങ്ങാനും അതിക്രമങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ ഉപദ്രവിക്കപ്പെടുന്നത്. എന്നാൽ അത് എന്തു കാരണത്തിന്റെ പേരിലാണ്? അവരുടെ വസ്ത്രധാരണത്തിലുള്ള അത്തരം വഴിവിട്ട രീതികൾ സ്വീകരിച്ചതിനാലാണ്. പുരുഷന്മാരുടെ ലൈംഗികമായി അവരെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള വസ്ത്രം പലപ്പോഴും സ്ത്രീകൾ സ്വീകരിക്കുന്നതിലൂടെയാണ് ഇവിടെ അത്തരം ലൈംഗികമായ അതിക്രമങ്ങൾ, പീഡനങ്ങൾ ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അതിനാലാണ് ഇസ്ലാം, കാലാതിവർത്തിയായ ഇസ്ലാം എക്കാലഘട്ടത്തിലും യോജിച്ച തരത്തിലുള്ള വസ്ത്രം മനുഷ്യന് നിർദ്ദേശിച്ചു കൊടുത്തു. മനുഷ്യർക്കിടയിൽ വസ്ത്രത്തിന്റെ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. മനുഷ്യൻ ഇന്ന വസ്ത്രം ഒരാൾ പറയുമ്പോൾ അതിന് വിയോജിക്കുന്ന ആളുകൾ ഉണ്ടാകാം. എന്നാൽ മനുഷ്യനെ അറിയുന്ന, മനുഷ്യന്റെ കാലങ്ങളെ അറിയുന്ന റഹ്മാനായ റബ്ബ്, അവിടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാടല്ല, ലോകത്തിന്റെ റബ്ബ് ആ വസ്ത്രത്തിന്റെ വിഷയത്തിൽ സ്ത്രീകൾക്ക് എങ്ങനെയാണ് അവരുടെ വസ്ത്രം എന്ന് കൃത്യമായി പഠിപ്പിച്ചു തന്നു. അവിടെ മനുഷ്യനെ പഠിച്ച റബ്ബ് അവിടെ എല്ലാവർക്കും യോജിച്ച സംരക്ഷണം നൽകുന്ന ആ വസ്ത്രമാണ് നിയമമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ഇസ്ലാമിന്റെ വസ്ത്രം അതാണ്. അവിടെ ശരീരം മുഴുവൻ മറയുന്ന, മുഖവും മുൻകൈയും ഒഴികെയുള്ള ആ ഒരു ഭാഗങ്ങളെല്ലാം, ഔറത്തുകൾ മറയുന്ന ആ നിലക്കുള്ള വസ്ത്രം. അതൊന്ന് അവളുടെ മാന്യത തിരിച്ചറിയപ്പെടാനാണ്, അവൾ ശല്യം ചെയ്യപ്പെടാതിരിക്കാനാണ്, അവർ പരിശുദ്ധകളാണ് എന്ന് കൃത്യമായി അവളുടെ ഐഡന്റിറ്റി വെളിവാക്കപ്പെടാനാണ് ഇസ്ലാം ഹിജാബ് നിയമമാക്കിയിരിക്കുന്നത് എന്നാണ്. അതുകൊണ്ടാണ് ഇന്നും ഇസ്ലാമിനെ പറ്റി, ഇസ്ലാമിന്റെ വസ്ത്രധാരണത്തെ പറ്റി പഠിക്കുന്ന പാശ്ചാത്യൻ ലോകത്തുള്ള സജീവമായ സിനിമകളിൽ നിറഞ്ഞെടുക്കുന്ന നടികൾ പോലും തനിക്ക് സംരക്ഷണം നൽകുന്ന വസ്ത്രം അത് ഇസ്ലാമിലെ വസ്ത്രമാണെന്ന് തിരിച്ചറിയുകയും ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂറിലെ 31-ാമത്തെ ആയത്ത്, വൽയദ്രിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിൻ, അവരുടെ മക്കനകൾ, കുപ്പായ മാറുകൾക്ക് മീതെ അവർ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ എന്നാണ്. വഖർന ഫീ ബുയൂതികുന്ന വലാ തബർറജ്ന തബർറുജൽ ജാഹിലിയ്യ, നിങ്ങൾ പഴയ ജാഹിലിയ്യത്തിന്റെ അജ്ഞാത കാലത്തെ സൗന്ദര്യ പ്രകടനം പോലെയുള്ള സൗന്ദര്യ പ്രകടനം നിങ്ങൾ നടത്തരുത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വേഷം മാറിയാൽ, ഇവിടെ പലപ്പോഴും ലിബറൽ ചിന്തകളുള്ള ആളുകൾ അവിടെ ഇസ്ലാം സ്ത്രീകളെ ആ പർദ്ദക്കുള്ളിൽ അവരെ ഹിജാബ് പറഞ്ഞവരെ അവരെ വരിഞ്ഞു കെട്ടുകയാണ് എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ വേഷം മാറിയാൽ സ്വാതന്ത്ര്യം ലഭിച്ചു എന്നാണ് ഇവിടെ ഫെമിനിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മുടെ മക്കളെ കൃത്യമായി ഇത്തരം ഇസ്ലാമിന്റെ വേഷവിധാനങ്ങളും ഇസ്ലാമിന്റെ സംസ്കാരങ്ങളും ധാർമ്മിക ബോധമുള്ളവരായി വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പ്രായപൂർത്തിയായ മുസ്ലിം പെണ്ണ് അന്യ പുരുഷന്മാരുടെ മുമ്പിൽ നിർബന്ധമായും അവൾ മറച്ചു വെക്കേണ്ട ഔറത്ത്, അത് കൃത്യമായി മറച്ചുകൊണ്ടാണ് അവൾ അത്തരം ആളുകളുടെ മുമ്പിലേക്ക് ഹിജാബ് ധരിച്ചുകൊണ്ടാണ് പോവേണ്ടത്. അതേപോലെ തന്നെ ഹിജാബ് ധരിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തുന്നതും പരിഹസിക്കുന്നതും പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. പല രൂപത്തിലാണ് ആളുകൾ പരിഹസിക്കാറുള്ളത്. ചാക്കിൽ കെട്ടി പൊതിഞ്ഞാൽ നിനക്ക് ശ്വാസം കിട്ടുമോ എന്ന് ചോദിക്കുന്നവർ, അതേപോലെ തന്നെ അത്തരം കമന്റുകൾ പറയുന്നവർ,
ഇവിടെ ഒരു മുസ്ലിം സ്ത്രീ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പ്രപഞ്ചങ്ങളുടെ നാഥൻ എനിക്ക് നിശ്ചയിച്ച വേഷവിധാനമാണ്, ഇതെന്റെ ഐഡന്റിറ്റിയാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. ആൾക്കൂട്ടങ്ങളിൽ എന്നെ തിരിച്ചറിയാൻ എന്റെ റബ്ബ് എനിക്ക് നിശ്ചയിച്ച ഒരു ഡ്രസ് കോഡാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ഹിജാബ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മക്കളുടെ പഠനത്തിനായി നമ്മൾ തെരഞ്ഞെടുക്കുന്ന സ്ഥാപനങ്ങൾ, അവിടെ കൃത്യമായ ഒരു ചിന്ത നമ്മളിലേക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ മക്കൾക്ക് നമ്മൾ നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുക്കുന്ന ക്യാമ്പസുകൾ, ഹോസ്റ്റലുകൾ, അത് വേഷവിധാനത്തിന്റെ കാര്യം മാത്രമല്ല, അവിടെ ദീനിയായി ജീവിക്കാനുള്ള അന്തരീക്ഷമുണ്ടെന്ന് നമ്മൾ പാരന്റ്സ് ആവുന്ന നമ്മൾ ഓരോരുത്തരും അന്വേഷിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇവിടെ 4-5 വർഷത്തെ കോഴ്സ് തെരഞ്ഞെടുത്ത് ആ സ്ഥാപനത്തിൽ നമസ്കരിക്കാൻ പോയിട്ട് നമസ്കാരത്തിന് അനുവാദം പോലും ഇല്ലാത്ത, ജുമുഅക്ക് പോലും കൃത്യമായി പോവാൻ അനുവാദമില്ലാത്ത, അതേപോലെ ഹിജാബ് ധരിക്കാൻ, അതേപോലെയുള്ള ആ നിലക്ക് നഗ്നതകൾ വെളിവാകുന്ന ആ രൂപത്തിലുള്ള സ്ഥാപനങ്ങൾ, ആ നിലക്കുള്ള ഡ്രസ് കോഡുകൾ സ്വീകരിക്കുന്ന സ്ഥാപനങ്ങൾ, ഇവിടെ രക്ഷിതാക്കൾ കൃത്യമായി അതിനെപ്പറ്റി ആലോചിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്റെ മക്കളുടെ ദീൻ നഷ്ടപ്പെടുത്തുന്ന സ്ഥാപനങ്ങളിൽ എന്തിനാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ പഠനകാലത്തോ അല്ലാതെ ഹിജാബ് ധരിക്കുന്നത് നമ്മുടെ മുന്നേറ്റങ്ങൾക്ക്, ഇസ്ലാമിക ചരിത്രത്തിൽ ചരിത്രം അറിയുന്നവർക്ക് ഇസ്ലാമിക മുന്നേറ്റങ്ങൾക്ക് ഒരു കാലത്തും അത് തടസ്സം നിന്നിട്ടില്ല. ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവർ, അവർക്ക് പ്രതാപം ഉണ്ടാകും. ആ പ്രതാപം നൽകുന്നത് അല്ലാഹുവാണ്. ഭൗതിക പുരോഗതിക്ക് ഹിജാബ് തടസ്സം നിന്നിട്ടുണ്ടോ? ചരിത്രത്തിൽ തട്ടം ധരിച്ച, ഹിജാബ് ധരിച്ച മുസ്ലിം സ്ത്രീകൾ എത്രയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ നൂറ അൽ മത്രൂഷി എന്ന മുസ്ലിം സ്ത്രീ, അവിടെ അവർ അറിയപ്പെട്ടത്. അതേപോലെ തന്നെയുള്ള ധാരാളം സ്ത്രീകൾ നമുക്ക് ചരിത്രത്തിൽ നമുക്ക് കാണുന്ന ഒരുപാട് സ്ത്രീകളെ നമുക്ക് ഇത്തരം ഇസ്ലാമിലെ ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ അത്തരം മുന്നോട്ട് പോയ ധാരാളം ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഹിജാബുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ച കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ, അതേപോലെ തന്നെ സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അവിടെ നിർദ്ദേശിച്ച കാര്യങ്ങളിൽ നിന്ന് നമ്മൾ 4 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കുക. സത്യവിശ്വാസിയായ സ്ത്രീകൾക്ക് ഹിജാബ് നിർബന്ധമാണ് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു. രണ്ടാമത്തത്, സത്യവിശ്വാസിയായ സ്ത്രീകൾക്ക് ഹിജാബ് അവരുടെ ഐഡന്റിറ്റി നൽകുന്നു, അവർക്ക് സുരക്ഷിതത്വം നൽകുന്നു, അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാനാണ് അത് നിയമമാക്കിയിരിക്കുന്നത്. മൂന്നാമത്തത്, ഹിജാബ് സ്വീകരിക്കാതിരിക്കൽ, അത് ആളുകളുടെയും സമൂഹത്തിന്റെയും ഒക്കെ ആ നിലക്കുള്ള പരിഹാസങ്ങളിലൂടെ ഹിജാബ് അഴിച്ചു വെക്കുന്നത് അത് ഷഹാദത്തിൽ വഞ്ചന കാണിക്കലാണ്. കാരണം നമ്മൾ ഇസ്ലാം അത് പൂർണ്ണമായി വിശ്വസിക്കുന്നത് 2 സാക്ഷ്യവചനങ്ങളിലൂടെയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? നബി കൽപ്പിച്ച കാര്യങ്ങൾ, ആ പ്രവാചകനിലൂടെ അവതരിപ്പിക്കപ്പെട്ട, വഹിയിലൂടെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിലെ അല്ലാഹുവിന്റെ വചനങ്ങൾ, അതനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്, ഞാൻ നിർബന്ധമായും അനുസരിക്കുമെന്നാണ് നമ്മൾ ഷഹാദത്തിലൂടെ പ്രഖ്യാപിക്കുന്നത്. എന്നാൽ അതിൽ ഇളവുകൾ, അതിൽ അഡ്ജസ്റ്റ്മെന്റുകൾ കാണിക്കുമ്പോൾ ഷഹാദത്തിലാണ് നമ്മൾ കൃത്രിമത്വം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതാണ്. അതേപോലെ തന്നെ ഹിജാബ് ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന പരിഹാസങ്ങൾ, വിമർശനങ്ങൾ, അവരെ ക്ഷമയോടെ, പ്രതിഫലയോടുകൂടെ അത് കാണാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി പറഞ്ഞതുപോലെ അവസാന കാലം ഒരു കാലം വരാനുണ്ട്, തീക്കട്ട കയ്യിൽ പിടിച്ചവരെ പോലെയാണ്. അവസാന കാലഘട്ടത്തിൽ ദീൻ കണിശമായി ജീവിതത്തിൽ പാലിച്ച് പകർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവൻ ഒരു തീക്കനൽ കയ്യിൽ പിടിച്ചാൽ എങ്ങനെയാണ്, അതുപോലെയാണ് അവൻ മുന്നോട്ട് പോവുക. അതുകൊണ്ട് തന്നെ ക്ഷമയോടെ, പ്രതിഫലേച്ഛയോടുകൂടെ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ ദീൻ പറയുന്ന, അല്ലാഹുവും പ്രവാചകനും പറഞ്ഞു തരുന്ന ആ കാര്യങ്ങളെ കണിശമായി, അതെത്ര തീവ്രതയുള്ളവരാണ് എന്ന് പരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്നാലും ആ നിലക്ക് കണിശമായി കാര്യങ്ങളെ നമുക്ക് ജീവിതത്തിൽ പാലിച്ചും പകർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ, പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്ത പല രോഗികളുമുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്. അല്ലാഹു ഇനി അവർക്കെല്ലാം പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് മുഅ്മിനീങ്ങൾ
അള്ളാഹു ഇനി അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. നമ്മുടെ ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ പിതാവ് പാമ്പ് കടിയേറ്റ് ഒരു അത്യാസന്ന നിലയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ആ സഹോദരന് പൂർണ്ണമായി ശിഫ പ്രദാനം ചെയ്ത് ആഫിയത്തോടെ തിരിച്ചു വരാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ, പീഡനങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്ത്, പ്രത്യേകിച്ച് ഫലസ്തീനിലെ ഗാസയിലെ മുസ്ലിമീങ്ങൾ, അല്ലാഹു ഇനി അവർക്ക് നിർഭയത്വവും സമാധാനവും രക്ഷയും വിജയവും നൽകി അനുഗ്രഹിക്കണം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم إنا نسألك الجنة. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.